ഓം നമ ശിവായ. ഇന്ന് ഒരു ചാനലിലും ഒരിടത്തും അത്യപൂർവമായിട്ട് മാത്രം വിശദീകരിച്ചിട്ടുള്ള ശിവ അഷ്ടോത്തര നാമം 108-ൻ്റെയും ഓരോന്നിൻ്റെയും അർത്ഥം വിവരിച്ച് ഇവിടെ ശിവനാമ 108 അഷ്ടോത്തര ജപം നടത്തുകയാണ്. വളരെ അത്യപൂർവമാണ് ഈ അർത്ഥം വിവരിച്ചുകൊണ്ടുള്ള ശിവ അഷ്ടോത്തര നാമ ജപം ആയതിനാൽ 108 അഷ്ടോത്തരങ്ങളെയും വിവരിക്കുമ്പോൾ ഒരല്പം ദൈർഘ്യം കൂടും. അതുകൊണ്ട് ഇതിനെ 1-2 ഭാഗങ്ങളായിട്ടാണ് വിവരിക്കാൻ പോകുന്നത്. 1-ാം ഭാഗം ഇവിടെ ചൊല്ലുകയാണ്. മുഴുവനും ആവുമ്പോൾ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ വീഡിയോ വേണ്ടിവരും. ആയതിനാൽ 2 ഭാഗങ്ങളായിട്ട് ശിവ അഷ്ടോത്തര നാമം അർത്ഥസഹിതം 1-ാം ഭാഗം ആണ് ഇവിടെ വിവരിക്കാൻ പോകുന്നത്. അടുത്ത് 2-ാമത്തെ ഭാഗം പിന്നാലെ ഇതിൻ്റെ അടുത്തായി വരും. അപ്പോൾ 1-ാമത്തേത് ഓം നമ ശിവായ. അർത്ഥം എന്തെന്നാൽ ശിവം എന്നാൽ മംഗളം, നന്മ, ശുഭം, ഐശ്വര്യം എന്നിവയാണ്. ഇത് തരുന്ന ദേവൻ ആയതുകൊണ്ടാണ് ഓം എന്നത് ആദി പ്രണവ മന്ത്രമാണ്. എല്ലാ നാമത്തിൻ്റെയും തുടക്കത്തിൽ ഓംകാരവും ഒടുവിൽ നമസ്കാരവും ഉണ്ടായിരിക്കും. അങ്ങനെ അല്ലാതുള്ള നാമങ്ങൾ മറ്റു ദേവന്മാരെ പറ്റി നമുക്ക് ഇവിടെ പ്രചരിക്കുന്നുണ്ട്. അതല്ല, ലക്ഷണയുക്തമായ നാമങ്ങളാണ് ഇവിടെ ചൊല്ലുന്നത്. 1-ാമത് ഓം നമ ശിവായ. ശിവം എന്നാൽ മംഗളം, നന്മ, ഐശ്വര്യം, ശുഭം ഇവ തരുന്ന ശിവനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് ഓം നമ ശിവായ. 2-ാമത്തേത് ഓം മഹേശ്വരായ നമഃ. ഈശ്വരൻ ഒന്നേ ഉള്ളൂ. ആ ഈശ്വരൻ മാഹാത്മ്യം ഏറിയവനാണ്. ഈ എന്നാൽ സൃഷ്ടിയും, ശ്വ എന്നാൽ നിലനിർത്തലും, രം എന്നാൽ സംഹരിക്കലുമാണ്. ഈ 3 കർമ്മങ്ങളും നടത്തുന്ന ഒരേ ഒരു ഈശ്വരൻ എന്നത് ശിവൻ മാത്രമാണ്. വേദങ്ങളിൽ അസ്തോകാപ്ലികം ഏകമീശ മനുഷ്യം രുദ്രാൻ എന്നാണ് പറയുന്നത്. ആയതിനാൽ ഈശ്വരൻ ഒന്നേ ഉള്ളൂ. മറ്റുള്ളതെല്ലാം ഭഗവാന്മാരാണ്. അതിൽ ഏറ്റവും ശ്രേഷ്ഠനായ, ഏറ്റവും 1-ാമതായി നിൽക്കുന്ന മഹാദേവന് നമസ്കാരമെന്നാണ് ഓം മഹേശ്വരായ നമഃ. അടുത്ത് ഓം ശംഭവേ നമഃ. ശം എന്നാൽ കണ്ണിന് നല്ല കാഴ്ചസുഖം, കാതിന് നല്ല കേൾവി സുഖം, മൂക്കിന് നല്ല ഘ്രാണസുഖം, ത്വക്കിന് നല്ല സ്പർശസുഖം എന്നിങ്ങനെയുള്ള 5 സുഖങ്ങളെയാണ് ശം എന്ന് പറയുന്നത്. ഇതിനെ പഞ്ചതന്മാത്രകൾ എന്നും പറയും. ഇങ്ങനെ ഇവയ്ക്ക് 5-നും സുഖം കിട്ടിയാൽ പിന്നെ നമുക്ക് ജീവിതം സാർത്ഥകമായി കഴിഞ്ഞു. ഇങ്ങനെ ശം എന്ന് പറയുന്ന 5 വിധമായ സുഖങ്ങളെ നമുക്ക് തരുന്ന ദേവനായി നമസ്കാരം എന്നാണ് ഓം ശംഭവേ നമഃ. ശം ഭവിപ്പിക്കുന്നവനാണ് ശംഭു. ശംഭു, ശങ്കരൻ എന്നൊക്കെ. ശം കരഗതമാക്കുന്നവൻ, ശം ഭവിപ്പിക്കുന്നവൻ ശംഭു, ശം കരഗതമാക്കുന്നവൻ, നമുക്ക് കൈകളിൽ എത്തിക്കുന്നവൻ ശങ്കരൻ എന്നാണ് 3-ാമത്തെ നാമമായ ഓം ശംഭവേ നമഃ. അടുത്ത 4 ഓം പിനാകിനേ നമഃ. പിനാകം എന്ന് പറയുന്നത് മഹാദേവന്റെ കയ്യിലിരിക്കുന്ന വില്ലാണ്. അസുരന്മാരെ നിഗ്രഹിക്കാനും ആസുരശക്തികളെയും ചിത്രശക്തികളെയും ദുഷ്ടശക്തികളെയും സംഹരിക്കാനായിട്ട് നിരവധി ആയുധങ്ങൾ മഹാദേവന്റെ കയ്യിലുണ്ട്. അത് ശിവകവചം എന്ന് പറയുന്ന ആ സ്തോത്രത്തിൽ ആ ആയുധങ്ങൾ ഓരോന്നോരോന്നായിട്ട് വിവരിച്ചിട്ടുണ്ട്. ഇവിടെ പിനാകം എന്ന് പറയുന്ന വില്ലിനെ കുറിച്ചാണ്. പിനാകം എന്ന വില്ല്, പാശുപതാസ്ത്രം എന്ന അസ്ത്രം, ഇവയൊക്കെ മഹാദേവനുണ്ട്. അപ്പോൾ പിനാകം എന്ന വില്ല് കയ്യിൽ ധരിച്ചിരിക്കുന്നവനേ നമസ്കാരം എന്നാണ് 4-ാമത്തെ നാമം. ശിവ അഷ്ടോത്തര നാമത്തിൽ ഓം പിനാകിനേ നമഃ. 5-ാമത്തേത് ഓം ശശിശേഖരായ നമഃ. ശശി എന്നാൽ ചന്ദ്രൻ. ചന്ദ്രൻ രാത്രിയുടെ ചിഹ്നമാണ്. പകലിൻ്റെ ചിഹ്നമായ സൂര്യനും മഹാദേവന്റെ ഒരു കണ്ണാണ്. രാത്രിയുടെ ചിഹ്നമായ ചന്ദ്രക്കലയും മഹാദേവന്റെ വലത്തെ കണ്ണാണ്. ഇങ്ങനെ ശശിയെ, ചന്ദ്രനെ, തിരുജടയിൽ ധരിച്ചിരിക്കുന്ന മഹാദേവ നമസ്കാരം എന്നാണ് ഓം ശശിശേഖരായ നമഃ. അടുത്ത് ഓം വാമദേവായ നമഃ. വാമഭാഗം ഇടത് ഭാഗം ദേവി ഇരിക്കുന്ന ഭാഗം. ഇടതുവശത്ത് മഹാദേവൻ എല്ലാ പുരുഷപ്രജകളെയും സൃഷ്ടിച്ചിരിക്കുന്നത് അവരുടെ ഇടതുവശം ബല കുറവാണ്. കാരണം അബല എന്നാണ് സ്ത്രീയുടെ പേര്. അപ്പോൾ അബലയായ സ്ത്രീ ഇരിക്കുന്ന
ഭാഗമായതുകൊണ്ടാണ് വാമഭാഗം. അത് അങ്ങനെ വാമഭാഗത്ത് ഇടത് ഭാഗത്ത് പാർവതീ ദേവിയെയും ഇരുത്തിക്കൊണ്ട് ലോകാനുഗ്രഹം ചൊരിയുന്ന ദേവ എന്നാണ് ഓം വാമദേവായ നമഃ എന്ന നാമത്തിൻ്റെ അർത്ഥം. അടുത്തതായിട്ട് ഏഴാമത്തേത് ഓം വിരൂപാക്ഷായ നമഃ. മറ്റുള്ള ദേവന്മാർക്കെല്ലാം രണ്ട് കണ്ണുകളേ ഉള്ളൂ, പക്ഷേ മഹാദേവന് വിശേഷേണ രൂപത്തിലുള്ള ഒരു കണ്ണുണ്ട്. അതാണ് ഭൂമധ്യത്തിലിരിക്കുന്ന ആ മൂന്നാം കണ്ണ്, തൃക്കണ്ണ്. അതിനെയാണ് ഇവിടെ വിരൂപാക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ ഓം വിരൂപാക്ഷായ നമഃ. മൂന്നാം കണ്ണ് വല്ലപ്പോഴും ഒക്കെ തുറക്കാറുള്ളൂ. തുറന്നിട്ടുള്ളപ്പോഴെല്ലാം ലോകം അറിഞ്ഞിട്ടുണ്ട്. ഭദ്രകാളി ദേവി ആ മൂന്നാം കണ്ണിൽ നിന്ന്, ആ വിശേഷണ രൂപത്തിലുള്ള കണ്ണിൽ നിന്നാണ് ലോകത്തിനെ രക്ഷിക്കാനായിട്ട്, ദാരികനെ നിഗ്രഹിക്കാനായിട്ട് പ്രത്യക്ഷപ്പെട്ടത്. അങ്ങനെ നിരവധി കാര്യങ്ങൾ ആ മൂന്നാം കണ്ണിനെ പറ്റി പറയാനുണ്ട്. അപ്പോൾ വിശേഷണ രൂപത്തിലുള്ള ഒരു നയനം, കണ്ണ് ഉള്ളവനെ എന്നാണ് ഓം വിരൂപാക്ഷായ നമഃ, ഏഴാമത്തെ നാമം. ഇനി അടുത്ത് എട്ടാമത്തെ നാമം ഓം കബർദിനേ നമഃ. കബർദം എന്ന് പറയുന്നത് മഹാദേവന്റെ ജടയുടെ പേരാണ്. അപ്പോൾ സകല കുലപർവ്വങ്ങളുടെയും, അതായത് മേരുപർവ്വം, ഹിമാലയം, കൈലാസം, എല്ലാ പർവ്വതങ്ങളുടെയും പ്രതീകമാണ് ശിവന്റെ ആ തിരുജടയിൽ കാണുന്ന കബർദം. അപ്പോൾ അത് അമ്മയ്ക്കുമുണ്ട്, കബർദിനി എന്ന അമ്മയ്ക്കും പേരുണ്ട് മഹിഷാസുരമർദിനി ശ്ലോകത്തിൽ. അപ്പോൾ കബർദം എന്ന തിരുജട, അത് സകല കുലപർവ്വതങ്ങളുടെയും പ്രതീകമായ ആ ജട ധരിച്ചിരിക്കുന്നവനെ എന്നാണ് എട്ടാമത്തെ ഓം കബർദിനേ നമഃ. ആ ജട ാണ് ഗംഗയെ ധരിച്ചതും അങ്ങനെ മഹാദേവന് ഗംഗാധരൻ എന്നുള്ള പേര് ഉണ്ടായതും. അടുത്ത് അപ്പോൾ എട്ടാമത്തെ നാമമാണ് ഓം കബർദിനേ നമഃ. ഒമ്പതാമത്തെ നാമമാണ് ഓം മഹാദേവായ നമഃ. ഒമ്പതാമത്തെ നാമം ഓം നീലലോഹിതായ നമഃ ആണ് ഒമ്പതാമത്തെ നാമം. അതായത് നീല നിറത്തിൽ ഉള്ള കഴുത്തും ചുവപ്പ് നിറത്തിൽ ഉള്ള ജടയും ധരിച്ചിരിക്കുന്നതിനാൽ നീലലോഹിതൻ എന്നുള്ള പേര് മഹാദേവന് ഉണ്ട്. മഹാദേവന്റെ ജടയുടെ നിറം ചുവപ്പ് ആണെന്നും കാളകൂടം തങ്ങിയ ആ കഴുത്തിൽ വിഷത്തിന്റെ നിറമായ നീല നിറമുള്ള കഴുത്തും ചുവപ്പ് നിറത്തിലുള്ള ജടയും ധരിച്ചിരിക്കുന്നതിനാൽ ശിവനെ ഓം നീലലോഹിതായ നമഃ എന്ന് ഒമ്പതാമത്തെ നാമത്തിൽ വിശേഷിപ്പിക്കുന്നു. ഇനി പത്താമത്തേത് ഓം ശങ്കരായ നമഃ. നേരത്തെ ഇവിടെ പറഞ്ഞു 14 ലോകങ്ങളെ സൃഷ്ടിച്ച് അതിലുള്ള സകല ചരാചരങ്ങൾക്കും ഐശ്വര്യവും മംഗളത്തെ പ്രദാനം ചെയ്യുന്നതായതുകൊണ്ട് ശംകരൻ, എല്ലാ പ്രപഞ്ച ജീവനുള്ള ജീവികൾക്കും പ്രാണനുള്ള പ്രാണികൾക്കും ബ്രഹ്മാവ് മുതൽ മഹാവിഷ്ണു വരെയും സകല ചരാചരങ്ങൾക്ക് ശുഭം, നന്മ, ഐശ്വര്യം നൽകുന്നവനായതുകൊണ്ട് ശങ്കരൻ, ഓം ശങ്കരായ നമഃ എന്ന് പത്താമത്തെ നാമത്തിൽ മഹാദേവനെ വിശേഷിപ്പിക്കുന്നു. ഇനി 11ാമത്തേത് ഓം ശൂലപാണയേ നമഃ എന്നാണ്. മഹാദേവന്റെ കയ്യിൽ ഇരിക്കുന്ന ആയുധമാണ് ശൂലം. ശൂലം കയ്യിൽ ധരിച്ചിട്ടില്ലാതെ മഹാദേവനെ കാണാൻ സാധിക്കുകയില്ല. ശൂലത്തിന്റെ തത്വാർത്ഥം എന്തെന്നാൽ ആയുധം കൊണ്ടുള്ള ദുർമരണം ശിവഭക്തർക്ക് ഉണ്ടാവുകയില്ല എന്നതിനെ സൂചിപ്പിക്കുന്നതിനാണ് ത്രിശൂലം എന്ന് പറയുന്നത്. സത്വഗുണം, രജോഗുണം, തമോ ഗുണം എന്ന 3 ഗുണത്തിൻ്റെയും ഭാവമാണ് ശിവലിംഗ ഈ ത്രിശൂലത്തിന്റെ 3 മുനകളിൽ കാണുന്നത്. ഇങ്ങനെ ത്രിഗുണാത്മകനായ മഹാദേവന് നമസ്കാരം. ത്രിശൂലം കയ്യിലിരിക്കുന്ന ദുഷ്ടസംഗ്രഹത്തിന് വേണ്ടിയുള്ള ആയുധം കയ്യിൽ വെച്ചിരിക്കുന്ന മഹാദേവ, അങ്ങേക്ക് നമസ്കാരം എന്നാണ് ത്രിപുര ദഹനം നടത്തിയത് ഈ ത്രിശൂലം കൊണ്ടാണ്. ത്രിശൂലം കയ്യിലിരിക്കുന്ന 2 പേർ മഹാദേവനും ദേവിയമ്മയും മാത്രമേ ഉള്ളൂ. ശ്രീമുരുകന്റെ കയ്യിലിരിക്കുന്നത് ശൂലം അല്ല, വേൽ ആണ്. അങ്ങനെ ത്രിശൂലം എന്ന ആയുധം കയ്യിൽ വെച്ച് ദുഷ്ടന്മാരെ സംഹരിക്കുന്ന മഹേശ്വരന് നമസ്കാരം എന്നാണ് 11ാമത്തെ നാമമായ ഓം ശൂലപാണയേ നമഃ. പാണി എന്നാൽ കൈ. പാണിയിൽ കയ്യിൽ ശൂലം വെച്ചിരിക്കുന്നത് കൊണ്ട് ഓം ശൂലപാണയേ നമഃ. അടുത്ത് 12ാമത്തേത് ഓം ഖഡ്വാംഗിനേ നമഃ. മഹാദേവന്റെ കയ്യിലിരിക്കുന്ന ഗദയുടെ പേരാണ് ഖഡ്വാംഗം. അപ്പോൾ ഭിന്ദിമാല, തോമരം, പിന്നെ നുറ്റിക്കുല്ലി, അതുപോലെ തന്നെ ശൂലം, അതുപോലെ കുന്തം, വാള്, ഇതെല്ലാം അസുരന്മാരെ നിഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ്, ലോകത്തിന് നന്മ കൊടുക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അതിൽ നിരവധി ആയുധങ്ങളിൽ ഒന്നാണ് ഖഡ്വാംഗം എന്ന ആയുധം. ആ ആയുധം കയ്യിലിരിക്കുന്നതിനാൽ 12ാമത്തെ ശിവ അഷ്ടോത്തര നാമത്തിൽ ഓം ഖഡ്വാംഗിനേ നമഃ എന്ന് മഹാദേവനെ പ്രകീർത്തിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ഭാഗം തീർന്നില്ല. 1ാമത്തെ വോളിയം 1ാം ഭാഗം
തുടരുകയാണ്. അടുത്ത 13ാമത് ഓം വിഷ്ണു വല്ലഭായ നമഃ. വിഷ്ണുദേവൻ 2 പ്രാവശ്യം മോഹിനി രൂപത്തിലും മറ്റുമൊക്കെ മഹാദേവന്റെ ദൈതയായി വിഷ്ണു സ്ത്രീ രൂപത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ വിഷ്ണുദേവന്റെ പതിയായി നാഥനായി ഉള്ള ആ വല്ലഭൻ എന്ന നാമത്തിന് ഡിക്ഷണറി എടുത്തു നോക്കിയാൽ ഭർത്താവ് എന്നൊക്കെയുള്ള അർത്ഥം ഉണ്ട്. അപ്പോൾ മോഹിനി രൂപത്തിൽ വിഷ്ണുവിൽ ഭർത്താവായതുകൊണ്ടാണല്ലോ ശ്രീ ധർമ്മശാസ്താവ് ജനിച്ചത്. അപ്പോൾ 2 വട്ടം വിഷ്ണു മായ രൂപത്തിൽ സ്ത്രീ ആയപ്പോൾ അതിന് ഭർത്താവായി വന്നവനെ എന്നാണ് ഓം വിഷ്ണു വല്ലഭായ നമഃ എന്ന് 13ാമത്തെ അഷ്ടോത്തര നാമത്തിൽ ശിവ അഷ്ടോത്തര നാമത്തിൽ 13ാമത്തെ നാമമാണ് ഓം വിഷ്ണു വല്ലഭായ നമഃ. 14 ഓം ശിബി വിഷ്ടായ നമഃ. ശിബി എന്ന് പറഞ്ഞാൽ കൃമികീടം മുതൽ ബ്രഹ്മാവ് വരെയുള്ള വൃഷ്ടലതാദികൾക്കും പക്ഷിമൃഗാദികൾക്കും ദേവന്മാർക്കും ഉൾപ്പെടെ എല്ലാവർക്കും ഐശ്വര്യം നൽകുന്നവൻ. ശിബി എന്നാൽ പ്രാണനായി അല്ലെങ്കിൽ ഉയിരായി ജീവനായി ഐശ്വര്യം നൽകുന്നവൻ എന്നാണ് ഓം ശിബി വിഷ്ടായ നമഃ എന്ന 14ാമത്തെ ശിവ അഷ്ടോത്തര നാമത്തിന്റെ അർത്ഥം. അടുത്ത് ഓം അംബികാനാഥായ നമഃ. അംബിക എന്നത് പാർവതീ ദേവിയാണ് ഇവിടെ അംബിക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അംബിക, അംബാലിക എന്നൊക്കെ മഹാഭാരതത്തിൽ വാക്കുകൾ ഉണ്ട് എങ്കിലും ഇവിടെ അംബിക എന്ന് ഉദ്ദേശിക്കുന്നത് സാക്ഷാൽ ശ്രീ പാർവതീ ദേവിയെ ആണ്. അതിലാണല്ലോ നമ്മുടെ മഹാഗണപതിയും ശ്രീമുരുക ഭഗവാനും ജനിച്ചത്. അങ്ങനെ ഓം അംബികാപതയേ നമഃ എന്ന നാമം 15ാമത്തെ അഷ്ടോത്തര നാമമായിട്ട് ഉണ്ട്. 15. ഇനി 16ാമത്തെ നാമമാണ് ഓം ശ്രീകണ്ഠായ നമഃ. ശ്രീ എന്ന വാക്കിന് ഐശ്വര്യമെന്നും വിഷമൊന്നുമുള്ള 2 അർത്ഥം ഉണ്ട്. സംസ്കൃത വാക്കാണ്. ഇങ്ങനെ കാളകൂടം തങ്ങിയ നീല നിറത്തിലുള്ള കഴുത്തുള്ളവനെ എന്ന് ഒരർത്ഥം. ശ്രീകണ്ഠായ നമഃ 16ാമത്തെ വാക്കിന്റെ നാമത്തിന്റെ അർത്ഥമാണ്. ശ്രീ ഐശ്വര്യം, നന്മ എന്നൊക്കെ ഉണ്ട്. ശുഭകരമായ ശുഭോദാർത്ഥമായ സൗന്ദര്യമുള്ള കണ്ഠം എന്ന് ഒരർത്ഥം. ശ്രീത്വം ഉള്ള ഐശ്വര്യമുള്ള എന്നുള്ള ഒരർത്ഥം. 2ാമത്തെ അർത്ഥം എന്താണ്? ശ്രീ എന്നാൽ വിഷമാണ്. കാളകൂടം എന്ന വിഷം, ഹാലാഹലം എന്ന വിഷം ലോകത്ത് വീഴാതെ രക്ഷിച്ച കഥ നമുക്കറിയാം. അത് പാർവതി ദേവി തൊണ്ടയിൽ കഴുത്തിൽ പിടിച്ചതുകൊണ്ട് അത് അവിടെ തന്നെ തങ്ങി നിൽക്കുന്നു. അങ്ങനെ സ്ത്രീത്വമുള്ള വിഷം തിങ്ങിയ കഴുത്തുള്ളവൻ എന്നും ഐശ്വര്യമുള്ള കഴുത്തുള്ളവൻ എന്നും 2 അർത്ഥം. 16ാമത്തെ നാമമായ ഓം ശ്രീകണ്ഠായ നമഃ. കണ്ഠം കഴുത്ത്, ശ്രീകണ്ഠായ നമഃ. 17ാമത്തത് ഓം ഭക്തവത്സലായ നമഃ. മഹാദേവന്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ തൻ്റെ ഭക്തന്റെയും ഭക്തനാവുകയാണ്. ഏതൊരു ഭക്തനാണ് നിഷ്കാമ ഭക്തിയാൽ ശിവനെ ഭജിക്കുന്നത് അവരുടെയും ഭക്തനായി മാറുന്ന ഒരു സ്വഭാവം മഹാദേവനുണ്ട്. ആ ഭക്തനെ നിലത്ത് വയ്ക്കുകയില്ല, കയ്യിലും വെക്കുകയില്ല, തലയിലും വെക്കില്ല എന്ന് പറയും. അതാണ് ഏറ്റുമാനൂർ ഭാവം. ആ ഖരമഹർഷിയെ ഒരു മാനിൻ്റെ രൂപത്തിൽ എന്നും എപ്പോഴും കയ്യിലിങ്ങനെ വെച്ചിരിക്കുന്നു. കണ്ടോ, എൻ്റെ ഭക്തനെ ഞാൻ ഒരിക്കലും കൈവിടുകയില്ല. എന്നെ കാണണ്ട, എൻ്റെ ഭക്തനെ കണ്ടാൽ മതി, എന്നെ കണ്ട ഐശ്വര്യവും അനുഗ്രഹവും നിങ്ങൾക്ക് കിട്ടും എന്ന് വിശ്വസിക്കുന്ന ദേവനാണ് മഹാദേവൻ. അതുകൊണ്ട് ഭക്തവത്സലൻ, ഭക്തന്മാരോട് വാത്സല്യമുള്ള, ആഴക്കടലിന്റെ ആഴം നമുക്ക് നൂലിട്ടാൽ നിലയ്ക്കാത്ത ആഴക്കടൽ നമുക്ക് അളക്കാൻ സാധിക്കും. പക്ഷേ ശിവന് ഭക്തനോടുള്ള വാത്സല്യാതിരേകത്തിന്റെ അതാണ് ഗളമുണ്ടൊരു കൊണ്ടലൊടൊത്ത കടൽക്കളവുണ്ടൊരു സീമ നിനക്ക് നഹി എന്ന് പറയുന്നത്. അതായത് ആഴമുള്ള ആഴക്കടലിന്റെ അഗാധത നമുക്ക് അളക്കാൻ സാധിക്കും. പക്ഷേ മഹാദേവ അവിടത്തേക്ക് ഭക്തജനങ്ങളോടുള്ള വാത്സല്യാതിരേകത്തിന്റെ അഗാധതയെ, ആഴത്തിനെ അളക്കാൻ സാധിക്കുകയില്ല എന്നാണ്. ആയതിനാൽ 17ാമത്തത് ഓം ഭക്തവത്സലായ നമഃ. അടുത്ത് 18 ഓം ഭവായ നമഃ. സകലതിൻ്റെയും ഉൽപ്പത്തി സ്വരൂപൻ, എല്ലാം ഭവിക്കുന്നത്, എല്ലാം ഈ ലോകം ഉണ്ടായത്, ഈ ലോകം ശിവലിംഗത്തിലൂടെ സൃഷ്ടിച്ചതാണ്. ഭവിക്കുക, ഉണ്ടാവുക, സൃഷ്ടിക്കുക, അതിൻ്റെ സകലതിൻ്റെയും ഏതൊന്നാണോ ഈ ലോകത്തിൽ നിന്നുണ്ടായത്, ഇനി ഏതൊന്നിലാണോ ഈ ലോകത്തിൽ ലയിക്കേണ്ടത്, അതാണ് ശിവലിംഗം. ആ ശിവലിംഗ സ്വരൂപനെ ആണ് ഭവൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അർത്ഥം സൃഷ്ടിക്കുന്നവൻ, ഉണ്ടാക്കുന്നവൻ. യാ സൃഷ്ടിരാദ്വാ വിധി ബഹിതം യ ഹവിദ്യാജഹോത്രി എന്ന് കാളിദാസൻ ശാകുന്തളത്തിൻ്റെ ആദ്യത്തിൽ അഷ്ടമൂർത്തിയായ ശിവനെ ഈ വാക്ക് പറഞ്ഞ് എല്ലാം സൃഷ്ടിക്കുന്നവനെ എന്ന്. യാ സൃഷ്ടിരാദ്യ, ഏതൊന്നാണോ ആദ്യം സൃഷ്ടിക്കുന്നതിന് മുമ്പേ സമസ്തതിനെയും സൃഷ്ടിക്കാനായി ജനിച്ചവൻ എന്നാണ് ഓം ഭവായ നമഃ. ഭവിപ്പിക്കുന്നവൻ, സൃഷ്ടിക്കുന്നവൻ, നിർമ്മിക്കുന്നവൻ, ആദിയിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ എന്നാണ്
എന്നാണ് 18ാമത്തെ നാമമായ ഓം ഭവായ നമഃ. ഓം അടുത്ത് 19 ഓം ശർവായ നമഃ. ശർവൻ എന്നാൽ കാലനെയും കാമദേവനെയും സംഹരിച്ചവൻ എന്നാണ്. അപ്പോൾ വേദം, ആഗമം, നിഗമം, ശ്രുതി, സ്മൃതികളിലൂടെയാണ് ശിവമാഹാത്മ്യങ്ങളെല്ലാം ഈ പറയുന്ന നാമങ്ങളെല്ലാം പ്രകീർത്തിക്കപ്പെടുന്നത്. അപ്പോൾ ഇതിൽ ശ്രുതി പ്രസിദ്ധമായ ഒരു നാമമാണ് ശർവൻ. ശർവൻ എന്നാൽ കാലനെയും കാമദേവനെയും സംഹരിച്ച ശിവനെ നമസ്കാരമെന്നാണ് 19ാമത്തെ നാമമായ ഓം ശർവായ നമഃ. ഇനി 20ാമത്തെ നാമമാണ് ഭൂമി, സ്വർഗം, പാതാളങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നവനെന്നാണ് ഓം ത്രിലോകേശായ നമഃ. വേദങ്ങളിൽ യജുർവേദത്തിൽ ആപാതാള നവസ്ഥലസ്ഥിതൻ എന്ന് ഒരു നാമം ഉണ്ട്. അതായത് പാദം പാദത്തിലും ശിവന്റെ രുദ്രശിവന്റെ പാദം പാതാളത്തിലും ഉടൽ ഭൂമിയിലും ശിരസ് ആകാശത്തിലുമായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ത്രിലോകങ്ങളുടെയും ഈശ്വരനായവനെ ഭൂമിയിലെയും പാതാളത്തിലെയും സ്വർഗത്തിലെയും എല്ലാം ഈശ്വരനായതുകൊണ്ട് 20ാമത്തെ നാമം ശിവന് ഓം ത്രിലോകേശായ നമഃ. അടുത്ത് ഓം ശിതികണ്ഠായ നമഃ. അപ്പോൾ ശിതി എന്ന വാക്കിന് നീലം എന്നാണ് അർത്ഥം. നീല നിറത്തിലുള്ള കഴുത്തുള്ളവനെ, കാളകൂടം വിഷം തിങ്ങി നിൽക്കുന്ന നീല നിറത്തിലുള്ള കഴുത്താണ് മഹാദേവനുള്ളത്. ആയതിനാൽ 21ാമത്തെ അഷ്ടോത്തര നാമം ഓം ശിതികണ്ഠായ നമഃ. ശിതി നീലം, കണ്ഠം കഴുത്ത്. അടുത്ത് ഓം ശിവാപ്രിയായ നമഃ. 22ാമത്തെ നാമമാണ് ഓം ശിവാപ്രിയായ നമഃ. ശിവ എന്നാൽ പാർവതി ദേവിയാണ്. സർവമംഗളമംഗല്യേ ശിവേ എന്ന് ദേവിക്ക് നാമമുണ്ട്. ശിവൻ എന്നത് മഹാദേവനും ശിവ എന്നത് ദേവിക്കും പേരുണ്ട്. അപ്പോൾ ശിവയ്ക്ക് പ്രിയങ്കരനായവനെ, ആദിപരാശക്തിയായ പാർവതി ദേവിയെയാണ് ശിവ, ശിവാനി, ശിവദൈത, ശിവപ്രിയ, ശിവമോഹിനി, ശിവാർത്ഥാംഗ ശരീരിണി എന്നൊക്കെ ലളിതാ സഹസ്രനാമത്തിൽ ശിവന്റെ ദൈതയായ ഭാവത്തിൽ പാർവതി ദേവിയെ വിശേഷിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ശിവന്റെ ദൈത അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ പത്നി, ധർമ്മപത്നി ആയവൾ എന്നാണ് ഓം ശിവപ്രിയായ നമഃ എന്ന് 22ാമത്തെ അഷ്ടോത്തര നാമം വിവരിക്കുന്നത്. അടുത്ത് 23ാമത്തേത് ഓം ഉഗ്രായ നമഃ. ശിവന്റെ ശത്രുക്കളായിട്ടുള്ള അവർ ഈ കലിയുഗത്തിൽ നിന്നുകൊണ്ട് അവർ ഉഗ്രതയുള്ള എന്ന് ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ് ഉഗ്രത എന്ന്. ഓം ഉഗ്രായ നമഃ എന്ന് പറഞ്ഞാൽ ആരെയും കൊല്ലാനും തിന്നാനും എടുത്ത ആയുധങ്ങൾ അങ്ങനെയല്ല. ശിവന്റെ തിരുനടയിൽ നിന്ന് കിട്ടുന്ന ശാപമായിരുന്നാൽ, ദുഷ്ടന്മാർക്ക് ശാപം കിട്ടിയാലും പുണ്യാത്മാക്കൾക്ക് പുണ്യം അനുഗ്രഹം കിട്ടിയാലും 7 തലമുറ അത് മാറുകയില്ല. അതിനെ മാറ്റാൻ ഒരു ബ്രഹ്മാവിനും ഈ ലോകത്ത് സാധ്യമല്ല. ഇതിനെയാണ് ഉഗ്രത എന്ന് പറയുന്നത്. അതിനെ തെറ്റിദ്ധരിപ്പിച്ച് ഉഗ്രത എന്ന് പറയുന്ന ഒരു ഭീകരമായിട്ടുള്ള രൂപത്തിൽ തന്നെ വ്യാഖ്യാനിക്കുന്നുണ്ട് അറിവില്ലാത്ത അജ്ഞാനികൾ. അപ്പോൾ ഓം ഉഗ്രായ നമ എന്ന് പറഞ്ഞാൽ ആർക്കും മാറ്റാനാവാത്ത അനുഗ്രഹ സിദ്ധികൾ ഭക്തജനങ്ങൾക്ക് നന്മകൾ കൊടുക്കുന്നവനെ എന്നാണ് 23ാമത്തെ നാമമായ ഓം ഉഗ്രായ നമഃ. അടുത്ത് 24 ഓം കപാലിനേ നമഃ. കപാലം എന്നാൽ തലയോട്. നമുക്ക് എന്താണ് കപാലം ഇങ്ങനെ വെച്ചിരിക്കുന്നത്? സ്വർണ്ണ ഖനി പോലും കുബേരന് കൊടുക്കാൻ അനുഗ്രഹസിദ്ധിയുള്ള മഹാദേവൻ ഒരു തലയോട് കയ്യിൽ വെച്ചിരിക്കുകയാണ്. ബ്രഹ്മാവിന്റെ കള്ളം പറഞ്ഞ ഒരു തലയെ ശിരസിനെ ഛേദിച്ച് അതിൻ്റെ മാംസഭാഗങ്ങളെല്ലാം പൊഴിഞ്ഞു. പിന്നെ എന്നിട്ട് യുഗങ്ങളോളം മഹാദേവന്റെ കയ്യിൽ ആ കപാലം ഉണ്ടായിരുന്നു. ഈ കപാലം ധരിച്ചിരിക്കുന്നു, തലയോട്ടി എന്നാണ് കപാലം എന്ന വാക്കിന്റെ അർത്ഥം. ധരിച്ചിരിക്കുന്നതിന്റെ തത്വാർത്ഥം എന്തെന്നാൽ ഈ കപാലം എന്ന് പറയുന്നത് ദുഷ്ടതയുടെയും ആസുരതയുടെയും അധർമ്മത്തിന്റെയും പ്രതീകമാണ് കപാലം. ആ ദുഷ്ടതയെയും ആസുരതയെയും സംഹരിച്ച് അതിൻ്റെ പ്രതീകമായ തലയോട്ടിമാലയെ, ദുഷ്ടതയെ സംഹരിച്ചതിൻ്റെ വിജയ ചിഹ്നമാണ് മഹാദേവന്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന കപാലമാല. അതുകൊണ്ടാണ് ഓം കപാലിനേ നമഃ എന്ന്. ആർക്കും മനസ്സിലാകില്ല. ചില ചിത്രങ്ങളിലൊക്കെ ഇങ്ങനെ തലയോട്ടിമാലകൾ, അസ്ഥിമാലകൾ ഇട്ടിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് ആരും പറഞ്ഞു കൊടുക്കാനുമില്ല. ആർക്കും തലയോട്ടിയുണ്ട്, ഈ ദേവൻ അങ്ങനെയുള്ള ദേവനാണ്, നമുക്കിഷ്ടമല്ല എന്നുള്ള വെറുപ്പിക്കാൻ വേണ്ടിയാണ് പല ആളുകളും ശ്രമിക്കുന്നത്. ആസുരതയുടെ, ദുഷ്ടതയുടെ പ്രതീകമാണ്. ആ ദുഷ്ടതയെ കൊന്ന് ആ ദുഷ്ടതയുടെ തലകളാണ് പൊരുത്ത് എടുത്ത് ഈ കഴുത്തിൽ അതിൻ്റെ ഒരു സിമ്പലായിട്ട് കാണിക്കാൻ ഈ തലയോട്ടികൾ മാത്രമേ ഉള്ളൂ. കപാലമാല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് 24ാമത്തെ നാമത്തിൽ ഓം കപാലിനേ നമഃ എന്ന് മഹാദേവനെ വിശേഷിപ്പിക്കുന്നത്. ഓം കപാലിനേ നമഃ. 25ാമത് ഓം കാമാരേ നമഃ. ഓർക്കുക, ശിവൻ ത്യാഗത്തിന്റെ മൂർത്തിയാണ്.
ശിവൻ ധർമ്മത്തിൻ്റെയും ഭോഗത്തിൻ്റെ മൂർത്തി അല്ല. അപ്പോൾ വൈഷ്ണവം ഭോഗത്തിൻ്റെ മൂർത്തിയാണെങ്കിൽ ശിവൻ ത്യാഗത്തിൻ്റെ മൂർത്തിയാണ്. ഇത് തമ്മിൽ ഒരിക്കലും യോജിക്കുകയില്ല. ത്യാഗവും ഭോഗവും തമ്മിൽ ഇത് രണ്ടും ജീവിതത്തിൻ്റെ സമ്മിശ്ര ഭാവങ്ങളാണ്. റെയിൽവേയുടെ പാളം രണ്ടും ഒരിക്കലും കൂട്ടിമുട്ടില്ല എന്ന് പറഞ്ഞതുപോലെ ആ കാണുന്ന തലയോട്ടിമാലയും, അതുപോലെ ആ അഗ്നി എരിയുന്ന ആ തൃക്കണ്ണും, അതുപോലെ ആ ജടയും, അതുപോലെ ശവഭസ്മം പൂശിയ നെറ്റിത്തടവുമൊക്കെ ഒരു തമോ ഗുണപ്രധാനനായ ഒരു 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 ഭാവമാണ്. അപ്പോൾ കാമദേവനെ സംഹരിച്ച കാര്യം നമുക്കറിയാം. കാമവികാരം പിന്നെ കുട്ടികളെ അല്ലെങ്കിൽ നമ്മുടെ തലമുറയെ ജനിപ്പിക്കുന്നതിന് വേണ്ടി ആവശ്യമാണെങ്കിൽ ഇന്ന് കാമവികാരത്തിന് അമിതമായ ദുരുപയോഗവും നമ്മുടെ വർത്തമാന കാലഘട്ടത്തിൽ പരവീശരായിട്ടുള്ള പത്രങ്ങളിലൊക്കെ നമുക്കറിയാം വളരെ ദോഷങ്ങളും പീഡനങ്ങളും പീഡിപ്പിക്കുകയും കുട്ടികളെ പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ഭാവം വളരെ പ്രസക്തി അർഹിക്കുന്ന ഒരു നാമമാണ് കാമാരയേ നമഃ. കാമദേവനെ സംഹരിച്ചു. അന്ന് മഹാദേവൻ തപസ്സിരുന്നപ്പോൾ ആ മനസ്സിളക്കുന്നതിന് വേണ്ടി മഹാദേവന്റെ പൂവമ്പെയ്തു അയ്യമ്പനായ കാമദേവൻ അമ്പയുകയും മഹാദേവൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഈ കാമദേവനെ സംഹരിച്ച കഥയൊക്കെ നമുക്കറിയാം. അപ്പൊ അതാണ് മാരാരിക്കുളം എന്ന് പറയുന്ന ക്ഷേത്രത്തിന്റെ തത്വാർത്ഥം. അത് തന്നെയാണ് മാരൻ, കാമൻ, കാമദേവനെ സംഹരിച്ച മഹാദേവ, അല്ലെങ്കിൽ അമിതമായ കാമവികാരത്തിനെയാണ് ഈ കാമദേവനെ സംഹരിച്ചതിലൂടെ നമുക്ക് നൽകുന്ന സൂചന. അങ്ങനെ 25ാമത്തെ ശിവ അഷ്ടോത്തര നാമമാണ് ഓം കാമാരയേ നമഃ. 26ാമത്തെ നാമമാണ് ഓം അന്ധകാസുരസൂദനായ നമഃ. അന്ധകാസുരൻ എന്നത് ഹിരണ്യാക്ഷന്റെ മകനാണ്. ഒരു മകന് വേണ്ടി ഹിരണ്യാക്ഷൻ മഹാദേവനെ തപസ് ചെയ്തു. അപ്പോൾ മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് ഹിരണ്യാക്ഷന് ഒരു മകനെ കിട്ടി. അതാണ് അന്ധകാസുരൻ. പക്ഷേ ആസുര ശക്തികൾ അന്ധകാസുരനെ പ്രേരിപ്പിച്ച് മഹാദേവനുമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് അന്ധകാസുരൻ ശ്രമിച്ചു. അങ്ങനെ അന്ധകാസുരനെ സംഹരിച്ചു മഹാദേവൻ. അതുകൊണ്ടാണ് അന്ധകാസുര സൂതനായ നമഃ എന്ന നാമത്തിൻ്റെ അർത്ഥം. അപ്പോൾ അന്ധകാസുരൻ മഹാദേവനെന്നറിയാതെ മഹാദേവനോട് യുദ്ധം ചെയ്തപ്പോൾ ഒരു തുള്ളി വിയർപ്പ്, മഹാദേവന്റെ വിയർപ്പ് ഭൂമിയിൽ നിബന്ധിച്ചാണ് വാസ്തുപുരുഷൻ ഉണ്ടായത് എന്നും ഒക്കെയുള്ള കഥകളുണ്ട്. അപ്പോൾ അത് വിവരിച്ചാൽ ദൈർഘ്യമുള്ളത് കൊണ്ട് അത് തൽക്കാലം ഇത്രയും മാത്രം. 26ാമത്തെ നാമമായ ഓം അന്ധകാസുര സൂതനായ നമഃ എന്ന വാക്കിൻ്റെ അർത്ഥം ഹിരണ്യാക്ഷന്റെ മകനായ അന്ധകാസുരൻ എന്ന അസുരനെ ദുഷ്ടപ്രവൃത്തികൾ ആസുരതകൾ ചെയ്തതുകൊണ്ട് സംഹരിച്ച ദേവ എന്നാണ് ഓം അന്ധകാസുര സൂതനായ നമഃ. 27 ഓം ഗംഗാധരായ നമഃ. അത് സകരന്മാർ 60,000 പേരെ കപില മഹർഷി ശപിച്ച് പാതാളത്തിൽ ഇട്ടപ്പോൾ അവർ ഭസ്മമായി അവിടെ കിടന്നു. സകര സാമ്രാജ്യത്തിന് ഒരു ഗതിയും ഉണ്ടായില്ല. അങ്ങനെ ഭഗീരഥൻ എന്ന് പറയുന്ന സകര രാജാവ് മഹാദേവനെ പ്രാർത്ഥിച്ച് ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് സകരൻ്റെ പൂർവ്വ പിതാക്കൾക്ക് മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടി ബലിതർപ്പണം നടത്തുന്നതിന് വേണ്ടി ഗംഗയെ ഭൂമിയിലേക്ക് ആനയിച്ചു. ആരും താങ്ങുകയില്ലായിരുന്നു. പക്ഷേ മഹാദേവൻ പറഞ്ഞു, ഗംഗയെ നീ പോന്നുള്ളൂ, ഞാൻ നിന്നെ വഹിച്ചു കൊള്ളാമെന്ന്. പക്ഷേ ഒരുപാട് കാലം ഗംഗ മഹാദേവന്റെ ജടയിൽ കുടുങ്ങി കിടന്നു. ഒടുവിൽ ദേവന്മാർ പ്രാർത്ഥിച്ച് സകരനും ഭഗീരഥനുമൊക്കെ പ്രാർത്ഥിച്ച് ഗംഗയെ ഭൂമിയിലേക്ക് ഒഴുക്കി അവർക്ക് ബലിതർപ്പണം നടത്തി. അങ്ങനെ മഹാദേവന് ഗംഗാധരൻ എന്നുള്ള പേരുണ്ടായി. അതാണ് ഓം ഗംഗാധരായ നമഃ എന്ന് 27ാമത്തെ നാമത്തിൻ്റെ അർത്ഥം. ഗംഗയെ ശിരസിൽ ധരിച്ചവനെ എന്നാണ്. ഇതിനെ തെറ്റിദ്ധരിച്ച് ഒരുപാട് പേര് ഗംഗയെ ഒരു സ്ത്രീയായിട്ടും വയ്ക്കുകയും ജടയുടെ മുകളിൽ അതുകൊണ്ട് 2 ഭാര്യയുണ്ടെന്നൊക്കെ പറഞ്ഞ അറിവില്ലാത്ത അജ്ഞാനികൾ മഹാദേവനെ ഈ ഗംഗയെ നദിയെ ധരിക്കുകയും ചെയ്തിട്ടുള്ളൂ. അല്ല നദിയായ ഗംഗയെ വിവാഹം കഴിക്കുകയൊന്നും ചെയ്തിട്ടില്ല. കഥ അറിഞ്ഞുകൂടാത്തതുകൊണ്ട്, കാര്യം അറിഞ്ഞുകൂടാത്തതുകൊണ്ട് 2ാം ഭാര്യയായിട്ടൊക്കെ ഉള്ള മോശപ്പെട്ട വിവരണങ്ങളൊക്കെ പല അജ്ഞാനികളും നടത്തുന്നത് ശരിയല്ല. ഗംഗ നദിയാണ്, സപ്തതീർത്ഥങ്ങളിൽ ഒന്നാണ്. സകരന്മാരുടെ രാജ്യത്തിന് അഭിവൃദ്ധി കിട്ടുന്നതിന് വേണ്ടിയാണ് അവരുടെ
പൂർവ്വ പിതാക്കളായ 60,000 പേർക്ക് ബലിതർപ്പണം നടത്തി മോക്ഷപ്രാപ്തി ലഭിക്കുന്നതിന് വേണ്ടിയാണ് മഹാദേവൻ ആകാശഗംഗയായിരുന്ന ഗംഗയെ സ്വന്തം കവർത്തത്തിലേക്ക് ധരിച്ചത്. അതാണ് ഗംഗാധരായ നമഃ, ഗംഗയെ ധരിച്ചവന്. അടുത്ത് ഓം ലലാടാക്ഷായ, ലലാടം എന്നാൽ നെറ്റി എന്നർത്ഥം. ആ നെറ്റിയിൽ മൂന്നാമതൊരു കണ്ണുള്ള ദേവനാണ് മഹാദേവൻ. അന്ധന്മാരെ 2 കണ്ണുള്ള മനുഷ്യരായി നമ്മൾ നയിക്കുമ്പോൾ 2 കണ്ണുള്ള നമ്മളെ നയിക്കുന്നത് 3 കണ്ണുള്ള മഹാദേവനാണ്. പാലാഗ്നി എന്നാണ് അതിൻ്റെ പേര്. അത് ഭദ്രകാളി ദേവി വരുന്നത് മാർക്കണ്ഡേയ പുരാണത്തിൽ. ഭദ്രകാളി കാലഗൃഹസപതി പാലവിലോചനാഗ്നി എന്നൊരു നാമമുണ്ട്. അർത്ഥം എന്ന് പറഞ്ഞാൽ കാലന്റെയും കാലനായ നീലകണ്ഠനായ ശിവന്റെ ആ ഭൂമധ്യത്തിലുള്ള 3-ാം കണ്ണിൽ നിന്നും സമുദ്ഭവയായവളേ എന്നാണ് കാലഗൃഹസപതി പാലവിലോചനാഗ്നി. പാലം എന്നാൽ ലലാടം, നെറ്റി എന്നർത്ഥം. അവിടെ വിശേഷണ രൂപത്തിലുള്ള ഒരു കണ്ണ് ഉള്ള അന്തർനേത്രം, ഭ്രൂമധ്യം എന്നാണ് അതിനെ പറയുന്നത്. ആ ഭ്രൂമധ്യത്തിൽ ആണ് യഥാർത്ഥത്തിൽ 3 കണ്ണുകൾ. 3-ാമത്തെ കണ്ണായ ആ ലലാടം, നെറ്റിക്കണ്ണ് എന്നാണ്. ഓം ലലാട അക്ഷം കണ്ണ്, ലലാടം നെറ്റി, ഇരുപുരുകത്തിന് നടുക്ക് 3-ാമതൊരു കണ്ണുള്ള വിശേഷജ്ഞാനം നൽകുന്ന കണ്ണുള്ളവനെ ശിവനെ എന്നാണ് ഓം ലലാടാക്ഷായ നമ എന്ന് 28-ാമത്തെ നാമത്തിൻ്റെ അർത്ഥം. അടുത്ത് 29-ാമത്തെ നാമം ഓം കാലകാലായ നമഃ. ഇതിന് 2 അർത്ഥമുണ്ട്. ഒന്ന്, ഭക്തനായ മാർക്കണ്ഡേയനെ 16 വയസ്സ് ഉള്ളപ്പോൾ കൊല്ലാൻ വന്ന ആ ബാലൻ, മാർക്കണ്ഡേയ ബാലൻ ശിവലിംഗത്തിൽ പിടിച്ചു കിടന്നു. മഹാദേവൻ വന്ന് ആ ബാലനെ രക്ഷിച്ചു. അങ്ങനെ കാലനിൽ നിന്ന് രക്ഷിക്കുകയും കാലനെ ആ നെറ്റിക്കണ്ണിലെ തീയാൽ സംഹരിക്കുകയും ചെയ്ത കഥ നമുക്കറിയാം. അതാണ് ഓം കാലകാലനായ, കാലൻ്റെയും കാലനായ എന്നൊരർത്ഥം. 2-ാമത്തെ അർത്ഥം കാലത്തിനെ, അതായത് ഈ പ്രപഞ്ചത്തിനെ സംഹരിച്ചു പുതിയൊരു പുനഃസൃഷ്ടി നടത്തുന്നതിനെ. കൽപ്പാന്തത്തിൽ ഈ പ്രപഞ്ചത്തിനെ പ്രളയഹുദാഗ്നി കൊണ്ട് സംഹരിച്ചിട്ട് പുതിയൊരു പ്രപഞ്ചത്തിനെ സൃഷ്ടിക്കുന്ന, കാലത്തെ സൃഷ്ടിക്കുന്ന, കാലസങ്കല്പത്തെ സൃഷ്ടിക്കുന്നവനെ എന്ന് 2 അർത്ഥങ്ങൾ മഹാദേവന്റെ 108 അഷ്ടോത്തര നാമത്തിൽ 29-ാമത്തെ നാമമായി ഓം കാലകാലായ നമഃ എന്ന് മഹാദേവനെ വിശേഷിപ്പിക്കുന്നുണ്ട്. 30-ാമത്തെ നാമം ഓം കൃപാനിധയേ നമഃ. കൃപയുടെ ഭക്തജനങ്ങളോട് മഹാദേവ രക്ഷിക്കണേ എന്ന് ഒരു ഭക്തൻ ആർത്തലച്ച് വിളിക്കുമ്പോൾ കയ്യിൽ ത്രിശൂലവുമായി അദൃശ്യനായി അവൻ്റെ രക്ഷയ്ക്കായി ഓടിയെത്തുന്ന ദേവനാണ് സാക്ഷാൽ ശ്രീ മഹാദേവൻ. അപ്പോൾ കൃപ എന്നാൽ കാരുണ്യാതിരേകം. ഭക്തജനങ്ങളുള്ള ഓം നമഃശിവായ എന്ന് നിഷ്കാമ ഭക്തിയോടെ വിളിച്ച് പ്രാർത്ഥിച്ച് അടുത്ത് അണയുന്നവരെ കൃപയുള്ളവൻ, കാരുണ്യത്തോടെ അവനെ രക്ഷിക്കുന്നവനായതുകൊണ്ടാണ് 30-ാമത്തെ ശിവ അഷ്ടോത്തരത്തിൽ ഓം കൃപാനിധയേ നമഃ. അപ്പോൾ 31-ാമത്തേത് ഓം ഭീമായ നമഃ എന്നാണ്. അതായത് മഹാദേവന് അഷ്ടമൂർത്തി ഭാവം ഉണ്ട്. 8 മൂർത്തികൾ ചേർന്നതാണ് ശ്രീ മഹാദേവൻ. അപ്പോൾ ഭൂമിമൂർത്തിയായ ക്ഷിതിമൂർത്തി ഒന്ന്, 2-ാമത്തേത് ജലമൂർത്തി, ജലത്തിൻ്റെതായിട്ടുള്ള മൂർത്തി, അത് ജലമൂർത്തി. 3-ാമത് അഗ്നിമൂർത്തി രുദ്രൻ. അപ്പോൾ ക്ഷിതിമൂർത്തി ശർവൻ, ജലമൂർത്തി ഭവൻ, അഗ്നിമൂർത്തി രുദ്രൻ, വായുമൂർത്തി ഉഗ്രൻ, ആകാശമൂർത്തി ഭീമൻ. പ്രപഞ്ച സംഹാര സമയത്ത് ഭീമാകാരത്തിൽ ആകാശം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു രൂപം മഹാദേവന് ഉണ്ട്. അതാണ് ആകാശമൂർത്തിയായ ഭീമൻ. അടുത്ത് 6-ാമത്തേത് യജ്ഞമൂർത്തി. അടുത്ത് പിന്നെ യജ്ഞമൂർത്തിയായ പശുപതി, ചക്രമൂർത്തിയായ മഹാദേവൻ. അടുത്ത് സൂര്യമൂർത്തി, ഈശാനനെന്ന മൂർത്തിഭാവം. 8 മൂർത്തിഭാവം ഉള്ളതിൽ ഈ 5-ാമത്തെ മൂർത്തിഭാവത്തിൻ്റെ പേരാണ് ആകാശമൂർത്തി. ആകാശം മുഴുവനും വ്യാപിച്ചിരിക്കുന്ന ശിരസോട് ആനന്ദ നടനമാടുമ്പോൾ നടരാജമൂർത്തിഭാവം ആ ചിത്രം നോക്കിയാൽ അറിയാം. ആ തലമുടി ഇങ്ങനെ വിടർന്ന് ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുന്ന രീതിയിൽ, ആകാശം മുഴുവനും വ്യാപിച്ചിരിക്കുന്ന രൂപത്തിൽ പടർന്നിരിക്കുന്ന കാണാം. അതുകൊണ്ട് പ്രപഞ്ച സംഹാര സമയത്ത് ത്രിലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ആ മൂർത്തിഭാവത്തെയാണ്, ശിവന്റെ ആ മൂർത്തിഭാവത്തെയാണ് ഓം
ഭീമായ നമഃ. ഭീമാകാരമായ രൂപത്തിൽ വിലാസം കൊള്ളുന്നവനെ എന്നാണ് ഭീമായ നമഃ. ഇത് 31ാമത്തെ അഷ്ടോത്തരനാമമാണ് ഇവിടെ പറഞ്ഞത്. ഓം ഭീമായ നമഃ. അടുത്ത് ഓം പരശുഹസ്തായ നമഃ. 32ാമത്തെ നാമം പരശുഹസ്ത. പരശു എന്നാൽ ഒരു കോടാലിയുടെ ആകൃതിയിലിരിക്കും. അത് ദുഷ്ടസംഹാരത്തിന് വേണ്ടിയുള്ള മഹാദേവന്റെ അനേകം ആയുധങ്ങളിൽ ഒന്നാണ് പരശു. ആ പരശുവിനെ മഹാവിഷ്ണുദേവന്റെ അവതാരത്തിൽ 6ാമത്തെ അവതാരമായ പരശുരാമന് കൊടുത്തു. അതങ്ങനെയാണ് പരശുരാമന് ആ പേരുണ്ടാകാൻ കാരണം. ആ പരശു നെഞ്ചിൽ ചേർത്ത് വെച്ചിട്ട് ഓം നമഃശിവായ ഓം നമഃശിവായ എന്ന് ജപിച്ചിട്ടാണ് അത്രേ കടലിലേക്ക് ആഞ്ഞെറിഞ്ഞ് കടൽ മാറി കേരളത്തെ പരശുരാമൻ സൃഷ്ടിച്ചത് എന്ന് നമുക്ക് കേരളോൽപ്പത്തിയിൽ വായിക്കാം. എന്നിട്ട് കേരളം മുഴുവനും കാസർഗോഡ് കന്യാകുമാരി വരെ നടന്ന് 108 ശിവാലയങ്ങളും 108 ദുർഗാലയങ്ങളും പരശുരാമൻ സൃഷ്ടിച്ചു എന്ന് നമുക്കറിയാം. അപ്പോൾ പരശുരാമന് പരശു എന്ന ആ ആയുധം ധർമ്മത്തിൻ്റെ രക്ഷയ്ക്കായി കൊടുത്തത് കൊണ്ടാണ് ഓം പരശു ഹസ്തായ. ഹസ്തം കയ്യിൽ പരശു എന്ന ആയുധം വെച്ചിരിക്കുന്നവനെ എന്നാണ്. പരശുരാമൻ ഈ പരശു മാത്രമല്ല, രാവണന് ചന്ദ്രഹാസം എന്ന ആയുധവും മഹാവിഷ്ണുദേവന് ധർമ്മരക്ഷയ്ക്കായി സുദർശന ചക്രം എന്ന ആയുധവും പിന്നെ ധർമ്മയുദ്ധത്തിൽ ജയിക്കുന്നതിന് വേണ്ടി നമ്മുടെ അർജുനന് പാശുപതാസ്ത്രം എന്ന അസ്ത്രവും, ഇങ്ങനെ 4 പേർക്ക് മഹാദേവൻ ആയുധങ്ങൾ ധർമ്മത്തിന് വേണ്ടി ധർമ്മരക്ഷയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇവരെല്ലാം ശിവന്റെ ഭക്തരുമായിരുന്നു. അതുകൊണ്ടാണ് 32ാമത്തെ നാമമായി ഓം പരശുഹസ്തായ നമഃ. 33ാമത് ഓം മൃഗപാണയേ നമഃ. മൃഗം എന്നത് സംസ്കൃത വാക്കാണ്. മലയാളത്തിൽ മൃഗം എന്ന് പറഞ്ഞാൽ എല്ലാ മൃഗങ്ങളെയും ചേർത്താണ്. പക്ഷേ മൃഗമെന്ന് സംസ്കൃതം പറഞ്ഞാൽ അത് മാനിനെയാണ്. മാനിൻ്റെ രൂപത്തിൽ മഹാദേവനെ ഭജിച്ചു പിന്നെ ഖരമഹർഷി. അപ്പോൾ ആ മാനിൻ്റെ രൂപത്തിലുള്ള ഖരമഹർഷിയെ കയ്യിൽ ഇപ്പോഴും മാനും മഴുവും കയ്യിലേന്തും പുരാനെ എന്ന് ചില പഴയ ചിത്രങ്ങളിലൊക്കെ ശിവന്റെ കയ്യിൽ ഒരു മാൻ ഇങ്ങനെ 2 വിരലിലായിട്ട് ഒരു മാൻ നിൽക്കുന്നത് കാണാം. ആ മാൻ ഖരമഹർഷിയാണ്. അപ്പോൾ ഭക്തനെ കൈവിടുകയില്ല. ഭക്തനെ കയ്യിൽ വെച്ച് ഇതാ കണ്ടോ ലോകരെ, എൻ്റെ ഭക്തനെ ഞാൻ ഒരിക്കലും കൈവിടുകയില്ല എന്ന് കാണിക്കുന്നതിനാണ് മാനിനെ 2 കൈ വിരലുകളിലായിട്ട് ഇങ്ങനെ ഏറ്റിയിരിക്കുന്ന ആ രൂപമുള്ളത്. അതുകൊണ്ട് ഓം മൃഗപാണയെ. മൃഗം എന്നാൽ മാൻ എന്നാണ് സംസ്കൃതം. മാനിനെ കൈകൾ പാണി കയ്യിൽ ഏറ്റിയിരിക്കുന്നവനെ ഭക്ത പ്രതീകമാണ്. ഭക്തജന സമൂഹത്തിൻ്റെ പ്രതീകമാണ് മഹാദേവന്റെ കയ്യിലിരിക്കുന്ന ഈ മാൻ. മാനിനെ സംസ്കൃതം പറയുന്നതാണ് മൃഗം. അതുകൊണ്ട് 33ാമത്തെ ഇതിപ്പോൾ ഇവിടെ വിരിക്കുന്നത് 33ാമത്തെ ശിവ അഷ്ടോത്തരനാമം ഓം മൃഗപാണയെ നമഃ എന്നാൽ ഭക്തജനത്തിൻ്റെ പ്രതീകമായ ഖരമഹർഷിയെ ഒരു മാനിൻ്റെ രൂപത്തിൽ അഷ്ടവിദ്യകൾ ഉപയോഗിച്ച് മാനായി മാറി ഖരമഹർഷി. അപ്പോൾ ആ മാനിനെ കയ്യിലേറ്റിയിരിക്കുന്നവനെന്നാണ് മൃഗപാണയെ നമഃ. അടുത്ത 34ാമത്തെ നാമം ഓം ജഡാധരായ നമഃ. ജഡ എന്നെഴുതുമ്പോൾ തെറ്റാൻ പാടില്ല. ഡെഡ് ബോഡി എന്നെഴുതുന്നതാണ്. സാ മറിച്ചിട്ട ഡായല്ല എഴുതേണ്ടത്. കൊട എന്നെഴുതുന്ന ഡായാണ്. പലർക്കും അറിഞ്ഞുകൂടാ. ജഡ മഹാദേവന്റെ ജഡ എന്ന് പറയുന്നത്, മഹാദേവൻ ഒരു ഋഷീശ്വരനാണ്. സകല ഋഷീശ്വരന്മാരെയും സന്യാസിമാരുടെയും കുലദേവനാണ് മഹാദേവൻ എന്ന് പറയുന്നത്. അപ്പോൾ സന്യാസിമാർക്ക്, അവധൂതന്മാർക്ക്, മുനിമാർക്ക്, ഋഷിമാർക്ക് ഉള്ള പിന്നെ എന്തൊക്കെയാണ് ഭസ്മക്കുറി, യോഗദണ്ഡ്, രുദ്രാക്ഷമാല, കമണ്ഡലു എന്ന് പറയുന്ന ആചമിക്കാനുള്ള ജലം കയ്യിൽ വെച്ചിരിക്കുന്ന കുമ്മിൾ എന്ന തടിയിൽ ഉണ്ടാക്കിയ ഒരു പാത്രം കയ്യിൽ തൂക്കിയിട്ടുണ്ട്. അത് ജലം നിറച്ച പാത്രം. ഇതൊക്കെ മഹാദേവനുണ്ട്. അപ്പോൾ ഈ ജഡ എന്ന് പറയുന്നത് സകല കുലപർവ്വതങ്ങളുടെയും പ്രതീകമാണ്. ഈ ജഡ ശിവനും ഒപ്പം തന്നെ അമ്മയ്ക്കും ഉണ്ട്, ദേവിക്കുമുണ്ട്. അതാണ് കപർദിനി എന്ന് ഐഗിരി നന്ദിനി നന്ദിതമേദിനി എന്ന ശ്ലോകത്തിൽ രമ്യ കപർദിനി ശൈലസുതേ, മനോഹരമായ ജഡക്കെട്ടോട്ട് കൂടിയ കബർത്തം എന്ന പേരുള്ള ജഡ ഉള്ള ദേവി എന്നാണ് അവിടെ അതിൻ്റെ അർത്ഥം. ഇവിടെ ഓം ജഡാധരായ നമഃ. ജഡയെ ധരിക്കുന്നവനെ, സകല കുലപർവ്വതങ്ങളുടെയും പ്രതീകമായ ആ കാടുപോലുള്ള ആ ജഡയെ ധരിച്ചിരിക്കുന്നവനെ, ശിരസിൽ ജഡയുണ്ട്, അത് ധരിച്ചിരിക്കുന്നവനെ എന്നാണ് 34ാമത്തെ നാമമായ ഓം ജഡാധരായ നമഃ. അടുത്ത് 35 ഓം കൈലാസനാഥായ നമഃ. ഈ എളിയവൻ്റെ ചാനലിൽ കൈലാസം എന്ന ഒരു വീഡിയോ ഉണ്ട്.
അതിൽ വിശദമായിട്ട് അരമണിക്കൂർ സമയം എന്താണ് കൈലാസം. കൈലാസം ഒരു അമ്മൂമ്മ കഥയല്ല, കൈലാസം ഇന്നും കാണാൻ സാധിക്കുന്നതാണ്. കൈലാസത്തിലാണ് ശിവശക്തി സ്ഥാനം. അതുകൊണ്ട് ആ കാര്യങ്ങൾ വിശദമായിട്ട് കൈലാസം എന്താണ്, കൈലാസവും ശിവന്റെ അധിവാസ ഭൂമിയായ കൈലാസത്തിനെ കുറിച്ച് കൈലാസം എന്ന ഒരു വീഡിയോ കള്ളിക്കാട് സുവർണൻ വീഡിയോസിലുണ്ട്. അത് എടുത്തു നോക്കുമ്പോൾ വിശദമായിട്ട് കൈലാസത്തിനെ കുറിച്ച് അറിയാൻ സാധിക്കും. ഇപ്പോൾ ശിവ അഷ്ടോത്തര ശതനാമത്തിൻ്റെ 35ാമത്തെ നാമം വരെ പൂർത്തിയായി. 1-ാം ഭാഗം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 2-ാം ഭാഗത്തിൽ 36ാമത്തെ നാമം മുതൽ അർത്ഥവിശദീകരണം ആരംഭിക്കുന്നതാണ്. ഓം നമഃ ശിവായ.